എടാ കിഴങ്ങ, അവള് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ ഫോൺ ചെയ്യില്ലേ? വാ സാറേ, അകത്തേക്ക് പോ. വരൂ സാർ. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം ടു കൈരളി ജ്വല്ലേഴ്സ്. എന്താ വേണ്ടത്? കല്യാണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അച്ഛാ, കല്യാണാഭരണങ്ങൾ വേണമെന്ന് ചോദിക്കാ. ഞാൻ എന്താ പറയേണ്ടത്? ഒരു 5 മിനിറ്റ്, ഒരാളും കൂടി വരാനുണ്ട്. ഓക്കെ സർ, നോ പ്രോബ്ലം. അങ്ങോട്ടിരിക്കുക സർ, പ്ലീസ്. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. കാര്യം ഇനി എത്ര സമയം പിടിക്കും ശ്രീലക്ഷ്മി വരാൻ? ഇപ്പൊ എത്തേണ്ടതായിരുന്നു. വഴിയിൽ ട്രാഫിക്കോ മറ്റോ. അല്ല, ഇന്ന് ശ്രീക്ക് ഓഫീസിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മളിവിടെ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ? ഇന്ന് അവൾ ഓഫീസിൽ പോയത് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചേട്ടായിയാണല്ലോ. ഹായ് ചേട്ടായി, എവിടെയാ? ഞാൻ പുറത്താണ് രഘു. അവിടെയോ? നിനക്ക് സുഖമാണോ? എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ഇതിനാ ധൃതി. ആഭരണം എടുക്കാൻ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്ന് മുഹൂർത്തമൊന്നുമില്ലല്ലോ. മുഹൂർത്തമൊന്നുമില്ല. എത്ര സമയമായി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മോളെന്താ ഇത്ര വിവരം കെട്ടവളായി പോയത്? ശ്രീടച്ച മിണ്ടാതിരിക്കെ, ഒന്നും പറയണ്ട. ചേട്ടാ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളുടെ ടേസ്റ്റ് തന്നെ വേറെയാ. കൃഷ്ണയെ കൂടി കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അറിയായിരുന്നു ഇപ്പോഴത്തെ ഫാഷൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ, താലിമാലയുടെ ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്ക് ശ്രീലക്ഷ്മി വരുമായിരിക്കും. നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യൂ. സംസാരം നമുക്ക് പിന്നീടാവും. Sir, may I come in? Yes, come in. Sir. താനോ? തനിക്കെന്താ വേണ്ടത്? ജോലിയൊക്കെ കഴിഞ്ഞോ അവിടെ? Sir, ഇതൊന്ന് കേൾക്കണം പ്ലീസ്. ഒരു 2 മിനിറ്റ് എടുക്കൂ. ശരി, എന്താന്ന് വെച്ചാ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഒന്ന് പോവോ? സമയം മെനക്കെടുത്താതെ. ഇപ്പൊ തീരും സർ. വടക്കേക്കോട്ടയ്ക്ക് 4 ദിശകളിലും ഓരോ വലിയ വാതിലുകളുണ്ട്. യുദ്ധം ചെയ്യുമ്പോ ഉപയോഗിക്കാൻ വേണ്ടിയാ ആ 4 വലിയ കവാടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. 19 വാതിലുകളിൽ ആ 4 വാതിലുകൾ കഴിഞ്ഞുള്ള ഏറ്റവും ചെറിയ വേറൊരു വാതിൽ കൂടിയുണ്ട് കോട്ടയ്ക്ക്. അതാണ് മങ്കമ്മയുടെ വാതിൽ. ഓ, ഐ സി. ഒരിക്കലും അവിടെ പോയപ്പോ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടത്. ചുറ്റപ്പെട്ട കോട്ടയാണ്. അന്ന് രാത്രി മങ്കമ്മ കാവൽക്കാർ കാണാതെ കോട്ടയിൽ വലിഞ്ഞു കയറി തന്റെ വീട്ടിലേക്ക് പോയി കുഞ്ഞിന് പാല് കൊടുത്തു. പക്ഷെ അപ്പൊ തന്നെ മങ്കമ്മ കോട്ട ചാടി വിവരം സൈനികർ അറിഞ്ഞു. അവര് ബലമായി മങ്കമ്മയെ പിടിച്ചുകൊണ്ടുപോയി നാഗേന്ദ്രവർമ്മന്റെ മുന്നിൽ നിർത്തി. അപ്പൊ ആ രാജാവ് എന്താ ചെയ്തെന്ന് അറിയൂ സാറിന്? എന്ത് ചെയ്യാൻ? ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തിട്ടുണ്ടാവും, അത്ര തന്നെ. രാജാവ് ഒരു ഉത്തരവിട്ടാൽ പ്രജകൾ അത് ലംഘിക്കാൻ പാടില്ല. അതാണ് നിയമം. എന്നാൽ അങ്ങനെയല്ല സർ. ശിക്ഷയ്ക്ക് പകരം രാജാവ് മങ്കമ്മയ്ക്ക് കൊടുത്തത് വലിയൊരു സമ്മാനമായിരുന്നു. രാജാവ് ഉത്തരവിട്ടു. കൂടാതെ മങ്കമ്മ മല കയറിയ ഭാഗത്ത് ചെറിയ വാതിൽ നിർമ്മിച്ച് അതിന് മങ്കമ്മ വാതിൽ എന്ന് പേരും ഇട്ടു. അന്നു മുതൽ ഈ കാരുണ്യത്തിന്റെ കഥ നാടോടി കഥയായി പലരും പാടി നടക്കുകയായിരുന്നു. കൊള്ളാം. രാജാ നാഗേന്ദ്രവർമ്മന് റൂൾസിനേക്കാളും സാഹചര്യങ്ങളുടെ അത്യാവശ്യമാണ് പ്രധാനമെന്ന് തോന്നിക്കണം. അതെ സർ. അതുകൊണ്ടാ രാജാ നാഗേന്ദ്രവർമ്മനെ പ്രജകൾ നെഞ്ചിലേറ്റി വാഴ്ത്തിയത്. തലമുറ തലമുറകളായി നമ്മളെല്ലാം ഈ കഥ ഇഷ്ടപ്പെട്ടതും ആ കാരുണ്യം കൊണ്ടാ. അമ്മ
എന്റെ കല്യാണം ഫിക്സ് ആയെന്ന് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് വേണ്ടി എന്റെ അച്ഛനും അമ്മയും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും വീട്ടുകാരും ഒക്കെ അവിടെ ഒരു ജ്വല്ലറിയിൽ എന്നെ കാത്തിരിക്ക. ഞാൻ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടാ ലീവ് ലെറ്ററും കൊണ്ട് വന്നത്. എന്റെ അച്ഛനെയും അമ്മയെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാ ഞാൻ. ശരി ശരി ശരി, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, ലീവ് ഓക്കെയാണ്. ഇതെങ്ങനുണ്ട്? ശ്ശേ, ഇനി എത്ര നേരം കാത്തിരിക്കണം? എവിടെ നിങ്ങളുടെ മകള്? ദേ, ഒരു 5 മിനിറ്റ് കൂടെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. എന്താ ലേറ്റ് ആകണേന്ന് അറിയില്ല. ട്രാഫിക്കിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാവാനാണ്. ഹ, ഈ സമയത്ത് എവിടത്തെ ട്രാഫിക് ആയിട്ടാ? നിങ്ങൾ വന്ന സമയം മുതൽ ഒരേ പ്ലേറ്റ് ഇതിനെ തിരിച്ചും മറിച്ചു ഇട്ടോണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യനായ കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? അത് നന്നായിട്ടുണ്ടല്ലോ. അത് നോക്കിയേ. ഇത് അതില് താലിയുണ്ടല്ലോ. ഇത് കുറച്ച് പഴയ ഡിസൈൻ അല്ലേ? ഇതിനൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പഴമയും പുതുമയും കൂടെ ബ്ലെൻഡ് ചെയ്ത പോലെ. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. സാർ, ഇതിന് 1,60,60,000 വരും. 1.5 ലക്ഷം? ഇതെന്താ തമാശയാണോ ഈ പറയുന്നത്? അയ്യോ, അത് വേണ്ട സാർ, വേണ്ട വേണ്ട. അല്ല മിസ്റ്റർ ത്രിവിക്രമൻ, 1.5 ലക്ഷമൊക്കെ അത്ര കൂടുതലാണോ നിങ്ങൾക്ക്? കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് നടത്തുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ അതെ, എടുത്തോളൂ എടുത്തോളൂ എടുത്തോളൂ. ഞാനേ വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതാ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാം. അതൊന്ന് കാണിക്കാമോ? നല്ല ഭംഗിയുണ്ടല്ലേ? ആരാ കല്യാണ പയ്യൻ? ഞാനാ കല്യാണ പയ്യൻ. ഇതൊന്ന് ട്രൈ ചെയ്യൂ. ദീപു, താലിമാല കെട്ടാൻ അച്ഛന്റെ സമ്മതം വാങ്ങിച്ചോ നീ? അയ്യോ ഇല്ല, വാങ്ങണോ അല്ലേ? പിന്നെ വാങ്ങണ്ടേ? ഞാനിപ്പോ ചോദിച്ചിട്ട് വരാവേ. ശ്രീലക്ഷ്മി ഇവിടെ ഇരിക്കണേ. നീളം കുറയ്ക്കാൻ പറ്റും മാഡം. സെലക്ട് ചെയ്തെങ്കിൽ പറഞ്ഞാൽ മതി. മിസ്റ്റർ ത്രിവിക്രമൻ, അപ്പോ ഈ മാല ഫിക്സ് ചെയ്യാല്ലേ? 1,60,60,000 ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ല ഓക്കെ ആണെന്ന്. എന്നാ ബില്ലടച്ചോളൂ. ബാക്കി കൂടെ വാങ്ങിച്ച നമുക്ക് ഇറങ്ങാം. ശരിയാ. ആ പപ്പി, ചെക്കനും പെണ്ണിനും ഓരോ മോതിരം കൂടെ നോക്കണം. ശരി. വാ ദീപു, വാ. മാമോനെ, മോതിരം ഒന്ന് കാണിക്കണേ. നോക്കണം.
ചായക്ക് പ്രാന്താ. പോയിക്കോളൂ. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ചായയും പഴംപൊരിയും. ഒരു ചായയും പഴംപൊരിയും തരും. ആ ശരി. എന്ത്? എനിക്ക് റീസൺസ് അല്ല വേണ്ടത്. ഒരു വർക്ക് ഏൽപ്പിച്ചാൽ അത് ചെയ്തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. കഥയും പുരാണവും പറഞ്ഞ് സമയം കളയാൻ ഇത് വേദപഠന ക്ലാസ് ഒന്നും അല്ലെന്ന് സാർ ഇനിയെങ്കിലും. ഏയ് അങ്ങനെയല്ല സാന്ദ്ര. ആ കുട്ടി ചിലപ്പോഴൊക്കെ ഒരു പാവത്താനെ പോലെയാ പെരുമാറുന്നത്. പൂർ ഗേൾ. അല്ലെങ്കിൽ തന്നെ ഫോൺ പിടിച്ചു വെക്കാനും റൂമിൽ അറസ്റ്റ് ചെയ്യും പോലെ ഇരുത്താനും അവളൊരു സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ അല്ലേ? സോറി സാർ, അവള് സ്കൂൾ കുട്ടിയും സാറ് ഹെഡ് മാസ്റ്ററും ഒന്നും അല്ല. പക്ഷേ ഇവിടെ ഈ ഓഫീസില് നമ്മുടെ ഡേ ടു ഡേ ബിസിനസിന് ഓരോ സ്റ്റാഫും ഇതുപോലെ തന്നിഷ്ടത്തോടെ പെരുമാറാൻ തുടങ്ങിയ. हेलो हाँ जी, कैसे हो? हम तो वहां माने की इंतजार में था. हाँ हाँ बोलो. हाँ ठीक है. ഒരു മരുമകൻ പറ്റിയ ഉരുപ്പടി മണ്ട ശിരോമണിക്കുള്ള അവാർഡ് അത് അവന് തന്നെ കൊടുക്കണം. അതാണ് ആള്. ദേ ശ്രീടച്ച, സൂക്ഷിച്ച് സംസാരിക്കണം. അവൻ ഇങ്ങനെ കൊച്ചാക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്താടി ഒരു കുഴപ്പം? നമ്മുടെ മോളെ ആ ത്രിവിക്രമൻ ചാടിക്കടിക്കാൻ വന്നപ്പോ ആ വായി നോക്കി ഒരു അക്ഷരം മിണ്ടിയോ? ഇല്ലല്ലോ. നീയും സാക്ഷിയാണേ. വറുത്തിടുക ഞാൻ. അതെന്തിനാ ഈ ഇഡലി പിടിച്ചിങ്ങനെയൊക്കെ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാണല്ലോ. സാറേ, ഇതൊരു വെറൈറ്റി പലഹാര. കഴിക്കുമ്പോ സാറിന് മനസ്സിലാവും. ഓ ഓക്കെ ഗുഡ്. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ? അയ്യോ വേണ്ട വേണ്ട, 10 മിനിറ്റിനുള്ളിൽ കഴിയും. സാറ് പോയിരുന്നാട്ടെ. ഓക്കെ. ഇഡലി ഉപ്മ, ഇത് ഡബിൾ ദമാക്കിയാണല്ലോ. രാവിലെ ബാക്കി വന്ന ഇഡലിയാ. അതിനെ പൊടിച്ച ഉള്ളി അരിഞ്ഞിട്ട് കടുക് വറുത്തിട്ടാലേ ഇഡലി ഉപ്പുമാ റെഡി. ബാക്കി വന്ന ഇഡലി വേസ്റ്റ് ആവുകയില്ല. ഉപ്പുമാവ് ഉണ്ടാക്കിയ പലഹാരത്തിന് പലഹാരമായി, കയ്യിലെ കാശും ചെലവാവില്ല. സാറാ പിച്ചക്കാരൻ ഭ്രാന്തന് ചായയുടെ കൂടെ എണ്ണ പലഹാരം വാങ്ങിച്ചു കൊടുത്തില്ലേ? അതിനൊക്കെ നല്ലതാ ഇത്. ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. അതുവരെ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വിളിക്കേണ്ടവരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാമല്ലോ. ഇഡ്ലി ഉപ്പവും നന്നായിരുന്നു. താങ്ക് യു. ശ്രീലക്ഷ്മി, നമുക്ക് പോയിട്ട് വരാം. സർ ഒരു മിനിറ്റ്. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ആ
കഴിക്കുന്നു നന്നായിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളിയുണ്ട്. നമ്മൾ വെറുതെ എങ്ങനെ നോക്കി നിന്നാ കാര്യങ്ങൾ കൈവിട്ടു പോകും. പറഞ്ഞേക്കാം. ഈ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുവല്ലേ, എന്നിട്ടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. കഷ്ടം തന്നെ. എന്തായാലും ഈ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അതാ സംശയം. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് അയാൾ ഈ കോളനി സ്വന്തമാക്കി ഇടിച്ച് തകർക്കും, ഉറപ്പാ. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന് പോ വാസുവണ്ണ, വെറുതെ കുറെ നേരമായല്ലോ. എന്നാലും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്ന സിനിമകൾ കാണാനാണ് കൂടുതൽ ഇഷ്ടം. അതിരിക്കട്ടെ, തനിക്ക് ഏത് ടൈപ്പ് സിനിമകളാണ് ഇഷ്ടം? ഇന്നത്തെ വിഷയം സിനിമ ആയതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് കൂടുതൽ ഇഷ്ടം ലവ് സ്റ്റോറീസാ. ഓ, ഈ സിനിമകളിലൊക്കെ ഒരേ പ്രേമവും ഒരേ കഥയായിരിക്കും, പക്ഷെ ബോറടിക്കില്ല. ഹീറോയും ഹീറോയിനും എത്ര ഇഷ്ടപ്പെട്ടാലും അവസാനം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ചയാ. മിക്കവാറും സിനിമകളിലൊക്കെ ഒരു വില്ലനായിരിക്കും കല്യാണം തടസ്സപ്പെടുത്തുക. ചില സിനിമകളില് ഹീറോയിന്റെ കല്യാണം വേറൊരാളുമായി ഫിക്സ് ചെയ്യും, അപ്പൊ ഹീറോ വന്ന് കല്യാണം മുടക്കും. ഈ കഥകൾ തിരിച്ചും മറിച്ചും വരും. എന്നാലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസം. ലവ് സ്റ്റോറിയിലൊന്നും നമ്മൾ ലോജിക്ക് നോക്കാനേ പാടില്ല എന്ന് ഞാൻ പറയും. എന്താണെന്നറിയോ സർ? ബിക്കോസ് ലവ് ഇസ് മാജിക്. ഇത്തരം സിനിമകളിലൊക്കെ എങ്ങനത്തെ കഥയായാലും എനിക്കിഷ്ടാവുന്നത് അതുകൊണ്ടാ. അതിലെ ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ബന്ധം പവിത്രമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ മനസ്സിലേക്ക് അങ്ങ് ഏറ്റെടുക്കും. അതാ സത്യം. ഗുഡ്, നല്ല ഒബ്സർവേഷൻ. തന്റെ അമ്മയുടെ കൈപുണ്യം പോലെ തന്നെ ചില കാര്യങ്ങളിൽ തനിക്ക് തന്റേതായ ഒരു ടച്ച് ഉണ്ട്. ഐ ലവ് ഇറ്റ്. രാവിലെ മുതൽ രാത്രി വരെ നോൺ സ്റ്റോപ്പ് വർക്ക്. ഇപ്പോ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ, ഫോർ എക്സാമ്പിൾ ഒരു കല്യാണം ആയിക്കോട്ടെ, ആരെയൊക്കെ ക്ഷണിക്കണം, കല്യാണ ഡ്രസ് എടുക്കണം, പാചകക്കാരൻ ആരായിരിക്കണം, അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം, അതിനിടയിൽ തന്നെ ഭക്ഷണത്തിന് എന്തൊക്കെ കറികൾ വേണമെന്ന് വരെ മനസ്സിൽ പ്ലാൻ ചെയ്ത് പാചകക്കാരനെ അറിയിച്ചിട്ടുണ്ടാവും. കൂടാതെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആരുടെയും കണ്ണിൽപ്പെടാതെ മറച്ചു വെക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുകയും അതോടൊപ്പം വീട്ടിൽ വരുന്നവരെ എല്ലാം സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതൊരു ചെറിയ കാര്യമേ അല്ല. ഏൽപ്പിച്ച താലിമാല വാങ്ങാൻ പോയി. ബെസ്റ്റ്. അവര് രണ്ടുപേരും മാത്രം അല്ലേ? ആ അതെ. അല്ല, എന്നിട്ട് ചേച്ചിക്ക് ഒന്നും തോന്നുന്നില്ല ഇപ്പോഴും? എന്ത് തോന്നാൻ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? കഷ്ടം. എന്റെ ചേച്ചി, കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണിനെ ഇങ്ങനെ ആരെങ്കിലും വേറൊരുത്തന്റെ കൂടെ വിടുവോ? ഇത് വേറെ ഏത് വീട്ടിലാ നടക്കുന്നത്? ചേച്ചി തന്നെ പറ. എന്താ പപ്പി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. വളരെ മോശം ഇതൊക്കെ. ഇത് ഞാനല്ല ചേച്ചി പറയുന്നത്. ഞാൻ വെറും ചെവി മാത്ര കേൾക്കുന്ന വെറും ചെവി. നോക്ക് സരോജൻ ചേച്ചി, ഞാനും ഒരു പെണ്ണിനെ പെറ്റ സ്ത്രീയാ. പെൺകുട്ടികളെ പെറ്റിട്ടാ മാത്രം പോരാ, നന്നായിട്ട് വളർത്താനും നമ്മൾ പഠിക്കണം. ഇതൊന്നും ചേച്ചിയോട് പറയാനും പഠിപ്പിക്കാനും ഞാൻ ആളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അറിയാലോ, ഈ ലോകത്ത് പ്രാണനേക്കാൾ വലുത് നമുക്ക് മാനമാണ് ചേച്ചി. ഉദാഹരണത്തിന് സ്വർണ്ണക്കടയിലെ സംഭവം. കല്യാണം കഴിക്കാൻ പോകുന്ന ദീപു അവിടെ നിന്നിട്ടും ആ രവിവർമ്മൻ സാറ് ശ്രീലക്ഷ്മിയുടെ തോളി ചാരാൻ അടുത്തു വന്നിരുന്നു. പിന്നെ അടുത്തടുത്തുള്ള അയാളുടെ നിൽപ്പും നടപ്പും ഇരിപ്പും, സത്യം പറയട്ടെ, എനിക്കും എന്തോ അതൊന്നും അത്ര ശരിയായിട്ട് തോന്നിയില്ല. എന്റെ പപ്പി, ദേവി ഇതിങ്ങനെയൊന്നും ദൈവത്തിന് നനക്കാത്ത പറയരുത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. രവിവർമ്മൻ സാറ് വളരെ നല്ല മനുഷ്യനാ. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഞങ്ങളെ സഹായിക്കാൻ മാത്ര.
അല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സ് വേറൊന്നുമില്ല. വേണ്ടാത്തൊന്നും ചിന്തിക്കരുത് പപ്പി, മഹാപാപം കിട്ടും. എന്നെ സ്വാഹ എന്നും പറഞ്ഞ് അവസാനിച്ചെന്നിരിക്കും. ഞാൻ ചിലത് മുൻകൂട്ടി കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കിയ ചേച്ചിക്ക് കൊള്ളാം, അത്ര തന്നെ. ഇനിയെങ്കിലും ശ്രീലക്ഷ്മിയെ അയാളിൽ നിന്ന് അകറ്റി നിർത്ത്. അല്ലെങ്കിൽ ചിലപ്പോഴീ കല്യാണം തന്നെ സ്വാഹ എന്നും പറഞ്ഞ് അവസാനിച്ചെന്നിരിക്കും. ഞാൻ ചിലത് മുൻകൂട്ടി കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കിയ ചേച്ചിക്ക് കൊള്ളാം. വിചാരം അദ്ദേഹം വലിയൊരു മനുഷ്യനാ, കോടികൾ കൈകൊണ്ട് അമ്മാനമാടുന്ന വലിയൊരു ബിസിനസ്മാൻ, എന്റെ മോള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളി. അദ്ദേഹം ഇവിടെ വന്നതേ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളെ ഉപദ്രവിക്കാനല്ല. ഓ സുദർശൻ ചേട്ടാ, നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ. നിങ്ങളിങ്ങനെ വന്ന് വെറുതെ സഹായിക്കുന്ന ആൾ ആരാ? നിങ്ങളുടെ മച്ചമ്പിയും മരുമോനൊന്നും അല്ലല്ലോ. മച്ചമ്പിയും മരുമോനൊന്നല്ല, സ്വന്തം വല്യമ്മാവനാ. ഞങ്ങളുടെ അമ്മാവൻ ഞങ്ങളുടെ വീട്ടിൽ വരും, താമസിക്കും. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് പറഞ്ഞാൽ മതി നിങ്ങള്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് തന്നെ കൊടുക്കാനാണ് എന്റെയും എന്റെ കമ്പനിയുടെയും തീരുമാനം. ഓഹോ, അപ്പൊ അത് ശരി. കൊള്ളാം സുദർശനം ചേട്ടാ, ഈ വിവരം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ കൂടെ കഴിഞ്ഞിട്ട് ചതിക്കായിരുന്നല്ലേ? സാർ, പാക്കേജ് പക്കയാണെങ്കിൽ ഇക്കാര്യത്തിൽ സഹകരിക്കാൻ ഞാനും തയ്യാറാണ്. ഏതായാലും ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കോളനിയെ നശിപ്പിക്കാൻ പുറത്തുനിന്ന് വന്ന ഞാൻ തന്നെ വേണമെന്നില്ല, സ്വയം നിങ്ങൾ തന്നെ ധാരാളം. ഞാനല്ല, പണമുള്ള ആര് വന്നാലും വളരെ ഈസി ആയിട്ട് ഈ കോളനിയെ നശിപ്പിച്ച് ഇവിടെ കെട്ടിടങ്ങൾ പണിയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഈ കോളനിയുടെ ആത്മാക്കളായ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല, പരസ്പര വിശ്വാസവും ഇല്ല. അതാണ് പ്രശ്നം. സമീപിക്കാം. ഞാൻ നിങ്ങൾക്ക് അന്യനല്ല, നിങ്ങളിൽ ഒരാളാണെന്ന് വിശ്വസിക്കണം. ഇതെന്റെ അപേക്ഷയാണ്, പ്ലീസ്. അയ്യോ, സാറ് നമ്മളെ തൊഴുന്ന കണ്ടില്ലേ? വലിയ മനുഷ്യരെന്നും വലിയ മനുഷ്യരെ പോലെ പെരുമാറും. നമുക്കാ തെറ്റുപറ്റിയത്. അത് തിരുത്താൻ അവസരം തന്നതിന് സാറിനോട് നന്ദിയുണ്ട് സർ. യു ആർ ഗ്രേറ്റ് സർ.
നമ്മളെ ആരെങ്കിലും തരം താഴ്ത്തിയാൽ പിന്നീട് ഒരു ദിവസം അവർ നമുക്ക് വേണ്ടി കൈയടിക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ചെക്ക് ബുക്ക് ഉണ്ടായിരുന്നെങ്കിലേ സാറിന് ഞാനിപ്പോ ഒരു ബ്ലാങ്ക് ചെക്ക് കീറി തന്നേനെ. నిజరి మరే సని పనిసా